പഞ്ചമഹാലഹരികൾ, ഡ്രഗ്സ്, പിന്നെ ഇത് കൈയും വെട്ടും കാലും വെട്ടും വേണ്ടി വന്ന തലയും വെട്ടും. അത് മുക്രിയായാലും പൂജാരിയായാലും അച്ഛനായാലും പെന്തക്കോസ്റ്റായാലും അല്ലെ, ഈ വിശ്വാസം എന്ന് പറയുന്നത് ബേസിക്കലി അന്ധമാണ്. ടു ബി ആൻ ഏത്തിസ്റ്റ് ഈസ് ഈസി ആക്ച്വലി. നിങ്ങൾക്കൊരു സാമാന്യ മൂളയുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ നോക്കി വിശ്വസിക്കുന്നത് അവസാനിപ്പിക്കുമ്പോഴും നിലനിൽക്കുന്നത് എന്തോ അതാണ് യാഥാർത്ഥ്യം. ദൈവം സംസാരിക്കും, ദൈവത്തോട് സംസാരിക്കും. ഒന്ന്, നമ്മളുടെ സമൂഹം മൊത്തത്തിൽ മതത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരു സമൂഹമാണ്. കുടിക്കുന്ന വെള്ളത്തിലും കഴിക്കുന്ന ആഹാരത്തിലും പഠിക്കുന്ന പുസ്തകത്തിലും എല്ലാം മതമാണ്. മതാടിസ്ഥാനത്തിൽ രാഷ്ട്രം തന്നെ മതാടിസ്ഥാനത്തിലുണ്ടായി. അപ്പം മതം എന്ന് പറയുന്നത് ഒരു അന്ധവിശ്വാസങ്ങളുടെ ഒരു സൂപ്പർ മാർക്കറ്റാണ്. അപ്പം അതിനെ റിഫൈൻ ചെയ്തെങ്കിൽ മാത്രമേ, അതിനെ ഡൈല്യൂട്ട് ചെയ്തെങ്കിൽ മാത്രമേ മനുഷ്യൻ്റെ സമൂഹത്തിനൊരു പുരോഗതി ഉണ്ടാവുള്ളൂ. അപ്പം ആ ഒരു സന്ദേശം കൊടുക്കാനായിട്ട് മതത്തിന് ക്രിട്ടിക്കലായിട്ടുള്ള ഒരു വ്യവസ്ഥ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആവശ്യമാണ് ആശയപരമായിട്ട്. അങ്ങനെയൊന്നും ഇല്ല. എല്ലാവരും മതത്തെ താലോലിക്കുകയും പ്രീണിപ്പിക്കുകയും മതം പറയുന്നിടത്ത് വീണുകൊടുക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു പ്രതിരോധം, അതൊരു സമ്മർദ്ദമാണ്, മതത്തിൻ്റെ മേലുള്ളൊരു സമ്മർദ്ദമാണ്, മതാത്മകതയുടെ മേലുള്ളൊരു ഒരു സമ്മർദ്ദമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്ടിക്കിൾ 51A ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അത് പറയുന്നത് ആമിനെ ഉൾപ്പെടെ ഉള്ളവർ യു ഷുഡ് ട്രൈ ടു പ്രൊമോട്ട് സയൻറ്റിഫിക് ടെമ്പർ, സ്പിരിറ്റ് ഓഫ് എൻക്വയറി, ഹ്യൂമനിസം ആൻഡ് റിഫോം. നിങ്ങളുടെ കടമയാണ്, എൻ്റെയും കടമയാണ്, ഞങ്ങളത് ചെയ്യുന്നു. പലരും അത് ചെയ്യുന്നില്ല. അതായത് ടു ബി ആൻ ഏത്തിസ്റ്റ് ഈസ് ഈസി ആക്ച്വലി. നിങ്ങൾക്കൊരു സാമാന്യ മൂളയുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ നോക്കി ഈ ചൂഷണവും ഈ ഉടായ്പയും ഒക്കെ മനസ്സിലാവും. പക്ഷെ അത് പബ്ലിക്കായിട്ട് അത് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, ആ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ബോൾ ഗെയിം, എക്സ്ട്രീംലി ഡിഫറെൻറ്റ്. ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ വിസിബിൾ എത്തീസമാണ്, അല്ലാതെ ടോയ്ലറ്റ് എത്തീസം അല്ല. നമ്മുടെ അതിനകത്ത് കയറി ഇരുന്നിട്ട് മതത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കലല്ലേ ഇത്. കാരണം വെച്ചാൽ മതത്തിന് ഒപ്പോസിംഗ് ആയിട്ട് ഒന്നും തന്നെ ഇല്ല ഈ സമൂഹത്തിൽ. എല്ലാവരും അവിടെ വെച്ച് അത് ഞാൻ സംസാരിക്കില്ല, അത് ഞാൻ പറയില്ല. അപ്പോൾ മതം ഒരു അൺസ്റ്റോപ്പബിൾ, ഇൻഡൊമിറ്റബിൾ ആയിട്ടുള്ള, ഇൻവിൻസിബിൾ ആയിട്ടുള്ള ഒരു ഏജൻ്റായിട്ട് നമ്മുടെ സമൂഹത്തെ ഭരിക്കുകയാണ്. പക്ഷെ അത് വളരെ ആർക്കൈക്ക് ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് പ്രാചീനമായ, പ്രാകൃതമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ലിംഗവിരുദ്ധത, ജെൻഡർ ഇക്വാലിറ്റി സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, അശാസ്ത്രീയത സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, വയലൻസ്, ക്ലാഷസ്. അപ്പം ഇത് പരിഷ്കരിക്കപ്പെടണം, കുറഞ്ഞ പക്ഷം എലിമിനേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ കൊള്ളാം. സാറ് പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഒരു കാര്യം എടുത്ത് ചോദിച്ചോട്ടെ. സാറ് പറയുന്നുണ്ട് വിശ്വാസികൾ അല്ലെങ്കിൽ വിശ്വസിക്കുന്നവരൊക്കെ ഈ വിശ്വാസം അന്ധവിശ്വാസമാണ് അവരുടെ ആണ്. ഈ അന്ധവിശ്വാസത്തിൽ സാറിന് വിശ്വാസമുണ്ട്? കാര്യം നമ്മൾ മുമ്പൊക്കെ ഈ അന്ധവിശ്വാസം കുറെ വിശ്വസിച്ചിരുന്നവരാണ്. ഈ വിശ്വാസമൊക്കെ അന്ധവിശ്വാസമാണെന്ന് തോന്നുന്നുണ്ടോ? അല്ലെ, ഈ വിശ്വാസം എന്ന് പറയുന്നത് ബേസിക്കലി അന്ധമാണ്. അന്ധമല്ലെങ്കിൽ വിശ്വസിക്കേണ്ട കാര്യമില്ല. അതായത് ഉള്ള ഒന്നിനെ നിങ്ങൾക്ക്, ഈ വിശ്വാസം എന്ന് പറയുന്ന ഒരു ബൂസ്റ്റർ ഡോസാണ്. ലൈക്ക് സൂര്യൻ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതവിടെ ഉണ്ടാവും. അപ്പോൾ എന്താണ് യാഥാർത്ഥ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് വിശ്വസിക്കുന്നത് അവസാനിപ്പിക്കുമ്പോഴും നിലനിൽക്കുന്നത് എന്തോ അതാണ് യാഥാർത്ഥ്യം. അപ്പം പക്ഷെ വിശ്വസിച്ച് പല കാര്യങ്ങളും നിങ്ങൾക്ക് നിലവിൽ കൊണ്ടുവരാൻ കഴിയും. ലൈക്ക് നിങ്ങൾ പ്രേതത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ പ്രേതത്തെ ഓർത്ത് പേടിക്കുകയും വിറയ്ക്കുകയും വീട്ടിൽ അടച്ചുപൂട്ടിയിരിക്കുകയൊക്കെ ചെയ്യാൻ സാധിക്കും. ദൈവത്തിലോ മോഡലിലോ മറുതയിലോ ഒക്കെ വിശ്വസിക്കുമ്പോൾ അതനുസരിച്ചുള്ള കെമിക്കൽ റിയാക്ഷൻ തന്നെ നിങ്ങളുടെ ബ്രെയിനിനകത്തുണ്ടാകും. അത് നിങ്ങൾക്ക് വേണ്ടി നിലവിൽ കൊണ്ടുവരുന്ന യാഥാർത്ഥ്യമാണ്. ആക്ച്വലി അങ്ങനെ ഒരു സാധനമില്ല, യാഥാർത്ഥ്യമല്ലല്ലോ അത്. അപ്പം വിശ്വാസം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ കൊടുക്കുന്ന ഒരു എക്സ്ട്രാ എഫേർട്ടാണ്. ഈ താങ്കൾക്ക് ഇപ്പോൾ ഒരു വിശ്വാസത്തിന് ആവശ്യമില്ല, ഞാൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളിവിടെ ഉണ്ട്. അത്തരം കാര്യങ്ങളും ഈ വിശ്വാസം എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ എനിക്ക് ഫെയറീസ് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മളോടൊന്ന് ഫെയറി രാത്രി സംസാരിക്കുകയും കാതിൽ മന്ത്രബോധമൊക്കെ ചെയ്യും. ദൈവം സംസാരിക്കും, ദൈവത്തോട് സംസാരിക്കും, പ്രേതം വരും. നമ്മുടെ ഒരു തോന്നലല്ലേ? തോന്നലുകളാണ്. അതാണ് ഞാൻ പറഞ്ഞത്. വിശ്വാസങ്ങളെല്ലാം ബേസിക്കലി അന്ധമാണ്. ഈ അന്ധവിശ്വാസങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എതിർക്കുക അല്ലെങ്കിൽ പരിഷ്കരിക്കണം ആവശ്യപ്പെടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യക്തിക്കും സമൂഹത്തിനും രാജ്യത്തിനും വൻതോതിൽ ഹാമായിട്ടുള്ളവയാണ്. മനസ്സിലായോ? ഉദാഹരണമായിട്ട് ലഹരികൾ, മയക്കുമരുന്ന്, മദ്യം, ഈ സാധനങ്ങളെല്ലാം ഇത് കഴിക്കുന്നവരും അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവർക്കും മറ്റുള്ളവർക്കും മൊത്തത്തിൽ സമൂഹത്തിനും അതിനെ പിന്നോട്ട് വലിക്കുന്നതാണ്. ഇതെല്ലാം ലഹരികളാണ്, പഞ്ചമഹാലഹരികൾ എന്നാണ് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത്. ഒന്ന് ഈ വലി, പിന്നെ ഡ്രഗ്സ്, പിന്നെ പിന്നെ കൈയും വെട്ടും കാലും വെട്ടും വേണ്ടി വന്ന തലയും വെട്ടും. എക്സാക്ട്ലി. ഈ ലഹരികൾക്കെതിരെയുള്ള ആക്ച്വലി ഒരു ലഹരി മോചന പ്രവർത്തനമാണ് സ്വതന്ത്ര ചിന്ത അല്ലെങ്കിൽ എത്തീസം എന്ന് പറയുന്നത്. സാറ് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല.
ഇന്നലെ ഒരാൾ എന്നോട് ചോദിച്ചത് ദൈവമുണ്ട്. ഇതിനൊക്കെയുള്ള എത്തീസം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മൾ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ സ്വീകരിക്കുന്നു. ഇപ്പം ഞാൻ ആമനയോട് ചോദിക്കുകയാണ്, ഇന്നലെ തന്ന ആ ഒരു 25,000 രൂപ എന്താ തിരിച്ചു തരാത്ത? ഇന്ന് രാവിലെ തരാമെന്ന് പറഞ്ഞാണല്ലോ, നിങ്ങൾ അയച്ചിട്ടില്ല, ഞാൻ ഇപ്പോഴും നോക്കി ഫോണിൽ. അന്നേരം നിങ്ങൾ ആദ്യം ഒന്ന് ചിരിച്ചു തള്ളു, സാറ് പോട്ടെ തമാശയല്ലേ. നമ്മളെ തമാശയൊന്നുമല്ല, പൈസ തന്നിട്ടില്ല. അപ്പോൾ കുറേ നമ്മളിങ്ങനെ തർക്കിക്കും. പിന്നെ ഞാൻ ഇച്ചിരി കുറേ കൂടെയൊക്കെ പ്രായം കൂടിയ ഒരാളായതുകൊണ്ട് കുറച്ച് മര്യാദയ്ക്ക് നിങ്ങൾ കുറേ നേരം സംസാരിക്കും. അവസാനം നിങ്ങളുടെ തനിക്കുണം വരും. തനിക്കുണം വരുമ്പോൾ നിങ്ങൾ എന്താ അവസാനം ചോദിക്കുന്നത് ഏറ്റവും സാംസ്കാരികപരമായ ചോദ്യം എന്തായിരിക്കും അറിയാം? നിങ്ങൾ എനിക്ക് 25,000 രൂപ തന്നു എന്നുള്ളതിന് എന്ത് തെളിവാണുള്ളത്? ആ ചോദ്യത്തിലേക്ക് എല്ലാ മനുഷ്യരും, അത് മുക്രിയായാലും പൂജാരിയായാലും അച്ഛനായാലും പെന്തക്കോസ്റ്റായാലും ശാസ്ത്രജ്ഞനായാലും അവസാനം എത്തിച്ചേരുന്ന ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള ലോജിക്കലായിട്ടുള്ള ചോദ്യമാണ് വാട്ട് ഈസ് എവിഡൻസ്. സോ നമ്മളുടെ ആശയം എന്ന് പറയുന്നത് ലെറ്റ് എവിഡൻസ് ലീഡ്. എവിഡൻസ് നമ്മളെ ലീഡ് ചെയ്യുന്ന എങ്ങോട്ടാണോ അങ്ങോട്ട് പോവുക.